എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചുറ്റുമുള്ള പൂക്കൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂക്കളെല്ലാം കാണിച്ചു തരാം. ആമ്പലും അതുപോലെ റോസ് എല്ലാം കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ് കണ്ട, ഇതാണ് നമ്മുടെ വീട്ടിൽ ബട്ടൺ റോസിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ. നല്ല രസമായിട്ടുണ്ട്. കണ്ട, എല്ലാം പൂ വന്നില്ല. നമ്മൾ ഏകദേശം ഇന്നത്തെ ഡേറ്റിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം എത്ര പൂക്കൾ നമ്മുടെ വീട്ടിന് ചുറ്റും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ആദ്യം കാണിച്ചത് നമ്മുടെ റോസ്, പിന്നെ അടുത്ത് വേറെ റോസ്. ഇതിൻ്റെയൊക്കെ പേരെൻ്റെ അമ്മയ്ക്ക് അറിയാവൂ, ഞാൻ പറഞ്ഞ് തെറ്റിക്കുന്നില്ല. അടുത്തത് അവിടെ വേറെ റോസ് അങ്ങ് മുകളിൽ നിറച്ച് പൂക്കളായിട്ടൊക്കെ നിൽക്കും. അപ്പുറത്തുപ്പുറത്തുള്ള കുട്ടികളൊക്കെ നടത്തുകൊണ്ടൊക്കെ പോകുന്ന പൂക്കളാണ്. അത് കണ്ട. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്മുടെ റോഡ് സൈഡിൽ അവർക്ക് നട്ടിട്ടിരിക്കുന്നത്. അടുത്ത് വേറൊരു ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്, വൈറ്റ്, പ്യൂർ വൈറ്റ് ആണ്. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നതെല്ലാം സെയിലിനുണ്ട്. ഇപ്പോൾ സെയിലിൻ്റെ കാര്യം പറയുന്നില്ല. കണ്ട, അടുത്ത ഫ്ലവർ കണ്ട, നല്ല വൈറ്റ് ഫ്ലവർ, വേറൊരു ഫ്ലവർ, പിന്നെ അതാ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറൊരു ഫ്ലവർ, പിന്നെ അതാ ഇവനും വേറെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്. കണ്ട, ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണിത്. പിന്നെ ഇത് മൊട്ട് പോയി. അടുത്ത ദിവസം ഇവൻ വിരിയും, തുറന്ന് കാണിച്ചു തരുന്നില്ല. അത് വിരിയും. പിന്നെ അടുത്തത് സ്റ്റാർ റഷ് എന്ന് പറഞ്ഞൊരു, സ്റ്റാർ റഷ് അല്ല എന്തോ, ക്ലസ്റ്റർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കണ്ട, പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഇവൻ്റെ പേരിതാ നമ്മുടെ ഡോ ഓർക്കിഡ്. അവിടെ നിറച്ച് നിൽപ്പുണ്ട് ഡോ ഓർക്കിഡ്. പിന്നെ അടുത്ത് വേറൊരു പ്ലാന്റ്. ഇത് കണ്ട, ഫ്ലവർ കണ്ട, ഫ്ലവർ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത്. എല്ലാം നിറച്ച് പ്ലാന്റാണ്. കണ്ട, അടിപൊളി വേറൊരു ഫ്ലവർ കണ്ട. ഇത് കണ്ട, നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു വർഷമായിട്ടുണ്ട്. കണ്ട, നല്ല വലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഞാൻ വളർത്തിയെടുത്ത പ്ലാന്റാണ്. പിന്നെ അതാ ഇവിടെ കണ്ട, ഇതിൻ്റെ ഇല കണ്ട പൂ പോലെ ഇരിക്കുന്ന ചെടികളാണ്. പിന്നെ ഇതാ ഊട്ടിയിൽ മാത്രം കണ്ടുവരുന്ന പൂ നമ്മുടെ വീട്ടിലും പൂത്ത് നിൽക്കുകയാണ്. കണ്ട, ഊട്ടിപ്പൂ നമ്മുടെ വീട്ടിൽ പൂത്തു. സൂം ആവുന്നില്ല. കണ്ട, ഊട്ടിപ്പൂ അവിടെ പ്ലാന്റ് ഇവിടെ കണ്ട, നല്ല പച്ചയായിട്ട് നിൽപ്പുണ്ട്. ഊട്ടിപ്പൂ പൂത്ത് നിൽക്കുന്നുണ്ട്. കണ്ട, അത് വേറെ ആരുടെയും വീട്ടിൽ കാണില്ല. പിന്നെ അടുത്ത നമ്മുടെ ബാൽസം പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ അടുത്തത് അവിടെ എപ്പീസെ പൂക്കൾ നിൽപ്പുണ്ട്. അടുത്ത പൂക്കൾ യോമാരാണ്, നിറച്ച് പൂ നിൽപ്പുണ്ട്. ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇതിൻ്റെ പേര് മറന്നു, കണ്ണാമ്പക്കി ചെടി. അടുത്തത് കാക്കച്ചെടിയാണ് ഈ ചെടി. അടുത്തതായി ഇത് ഇങ്ങനെ നല്ല ആയിട്ട് നിൽക്കുന്നതിൻ്റെ പേര് മങ്കിറ്റയിൽ. അടുത്തതാ ബാൽസത്തിൻ്റെ വേറൊരു ഫ്ലവർ. പിന്നെ മുളക് പൂത്തിട്ടാണ് ഈ പൂ ഇതിങ്ങനെ ആവുന്നുണ്ട്. പൂ കാണിച്ചു തന്നു. പിന്നെ അടുത്തതാ ഇവിടെ വേറെ സൺബെല്ലിൻ്റെ പൂവുണ്ട്. സൺബെല്ലിൻ്റെ ഫ്ലവറാണ് ഇവിടെ കാണപ്പെടുന്ന സൺബെല്ലിൻ്റെ ഫ്ലവേഴ്സ്. കണ്ട, ഈ ഫ്ലവറായി. ഇനി അടുത്ത് ഇതാ ഇവിടെ നോക്കിയതാ അതാ ഇവിടെ വേറൊരു ഫ്ലവർ കണ്ട, റോസയാണിതും. പിന്നെ അതാ അവിടെ റോസ്. പിന്നെ ഇതിലൊക്കെ നാളെ വിരിയുള്ളൂമാർ. പിന്നെ ഇതാ ഇത് നമ്മുടെ ബിഗോണിയയുടെ ഫ്ലവേഴ്സാണ്. കണ്ട, നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീട് ചുറ്റും നിറച്ച്. പിന്നെ ഇതാ അവിടെ തുളസിയുടെ പൂ നിൽപ്പുണ്ട്. കണ്ട, തുളസിപ്പൂ. ഓക്കെ, പിന്നെ അടുത്ത് ഇതാ കനകാമ്പരം. കണ്ട, ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതിനെ വെള്ളത്തിലെടുത്തിട്ട് പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ 2-3 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അടുത്ത് ബിഗോണിയ, വേറൊരു ബിഗോണിയുടെ കളർ കണ്ട അത്. പിന്നെ അതാ അടിപൊളി നമ്മളെ ബാറ്റ് ഫ്ലവർ. ഇത് കുറേ പൂവുണ്ട്, കാണിച്ചു തരാൻ പൂക്കൾ. പിന്നെ അതാ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് വീണ്ടും കാണിക്കുന്നത്. റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒയ്യോ കണ്ട, ഗ്രൗണ്ട് ഓർക്കിഡിലുണ്ട്. അതിൻ്റെ വിത്ത് കണ്ട, ഇതാണ് വിത്ത് കണ്ട. ഇതിനപ്പോൾ ഇത് തറയിൽ വീഴുന്നിട്ട് പരാഗണമായിട്ട് പൊടിക്കുമെന്ന് തരും, കണ്ടറിയാം. അടുത്തായത് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേറെയാണ്. വേറെ കാക്കച്ചൊടിയാസ് കണ്ട കുറേ. അടുത്തതായത് പിന്നെ അതാ അടുത്ത് ഇവിടെ കാണപ്പെടുന്ന നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മുടെ തെറ്റിയാണ്. ചെമ്പരത്തി, അമ്മയുടെ വേറൊരു ചെമ്പരത്തി അവിടെ പൂത്ത് കരിഞ്ഞു പോയത്. പിന്നെ അതാ ഇവിടെ നമ്മുടെ ഇവനും പൂക്കും കണ്ട, നല്ലൊരു പൂവല്ലേ അത്. ഇൻഡോർ പ്ലാന്റിൻ്റെ പൂവാണ്. ഇത് വേറൊരു പൊട്ടച്ചെടിയുടെ പൂവാണ്. അടുത്ത് ഉള്ളത് ഇത് വേറൊരു പ്ലാന്റിൻ്റെ പൂവാണ്, നല്ല രസമുള്ള പൂവാണ്. പിന്നെ വേറെതാ ഇതൊക്കെ നല്ല രസമുള്ള പൂക്കളാണ്. ഇത് നിറച്ച് പൂക്കും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പൂവില്ല. ഇവൻ ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്നവനാണ്. കണ്ട, അവനെ ഇവിടെ ഞാൻ വേറെ ഒന്നിൽ പൊടിപ്പിച്ചെടുത്ത് ഇത് അടിപൊളിയായി. ഞാൻ ഇന്നാണ് കാണുന്നത്. ഇവിടെ ഒന്നും നോക്കാൻ സമയമില്ല ചില സമയത്ത്. വേറൊരു ഫ്ലവർ ഇതാ, ഇവനെ അറിയാം, ബ്രൈഡൽ ബൊക്കെയാണ്. ഒളിച്ച് നിൽക്കും, ഇങ്ങോട്ട് വാടാ. ബ്രൈഡൽ ബൊക്കെ ഉണ്ട. പിന്നെ അവിടെ പേപ്പർ ചെടിയൊക്കെ പൂക്കളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഗാർഡൻ. ഇനി സൈഡിലേക്ക് പോക്കാൻ നമ്മുടെ ആമ്പലം കാണിച്ചു തരാൻ മറന്നേ. കൊണ്ട, നല്ല അടിപൊളി എടുത്ത് കൊടുത്ത് നിൽപ്പുണ്ട്. ഈ ഒരു പ്ലാന്റ്, വലിയ പ്ലാന്റ് സെയിലിനുണ്ട്, വെറും 300 രൂപയുള്ളൂ. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു പ്ലാന്റ്, ഇതൊക്കെ കണ്ട നല്ല പൂക്കളാണ്. ഇതൊക്കെ പുല്ലിന് ഒരു അഴകുണ്ടെന്നാണ് നമ്മുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം സെയിലിനുണ്ട്, നിങ്ങളെ വീട്ടിലെത്തിക്കാം. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ബിഗോണിയാസ് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇനി ബൈക്കിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് അടുത്ത് നമ്മുടെ പൂക്കളുള്ള ചെടി നമ്മുടെ ഫാൻഡ്രിപ്പുണ്ട്. പിന്നെ ഇതന്നെ ഗപ്പീസാണ്. ഗപ്പീസിൻ്റെയൊക്കെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിറച്ച് വീഡിയോസ് എനിക്ക് ചെയ്യണം. ഇനി അടുത്ത് റോസകൾ പൂവ് കൊഴിഞ്ഞു പോയി കുറച്ചൊക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് ഏത് പൂവെന്ന് ഞാൻ സെർച്ച് ഇത് അടുത്തൊരു പൂവെത്തി. അടിപൊളി മഞ്ഞപ്പൂക്കളുള്ള ഗോൾഡൻ ഡാലിയ. മേടിക്കാൻ താല്പര്യം മേടിച്ചോളൂ. ഈ ആഴ്ച കുറേ ഓർഡേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തരുന്നില്ല. ഇത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതുണ്ട് സെയിലിന്.
പിന്നെ അടുത്ത് അയ്യോ ഇവിടെ രാവിലെ വിരിഞ്ഞവന്മാർ കാണാൻ ഞാൻ സോറി ഫ്രണ്ട്സ്. ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു പൂവുണ്ട്. ഇതൊക്കെ സെയിലാണ്. ടിന എന്നാണ് ഈ വാട്ടർ ലില്ലിയുടെ പേര്. വാട്ടർ ലില്ലീസൊക്കെ ഇനി പൂവെന്ന് പറയുമ്പോൾ വാട്ടർ ലില്ലി ഉൾപ്പെടും. ഉൾപ്പെടും. ഓക്കെ. ഇവിടെ ആന്തൂരത്തിന് ഫ്ലവറും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആന്തൂരത്തിന് ഫ്ലവർ കണ്ട നിറച്ച് ഫ്ലവേഴ്സുണ്ട്. അത് വേറൊരു ഫ്ലവർ. അടുത്ത് നമ്മുടെ അതിൻ്റെ പേര് വന്നിട്ട് പർപ്പിൾ ജോയ് ആണത്. പിന്നെ ഈ സൈഡിലായിട്ട് ഇങ്ങോട്ട് പൊക്കഴിഞ്ഞാൽ ഇനി ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ചേടേ നിങ്ങൾ ഭാഗ്യമുള്ളവരുടെ നിറച്ച് പൂക്കളുണ്ട്. ഇത് വേറൊരു പൂവാണ്. ഇതൊക്കെ ഇതിൻ്റെ പേര് പേപ്പർ റെഡാണ്. കണ്ടോ ഇത് പൂവാണ്. ഇതിൻ്റെ ഇലയാണ്, പക്ഷേ പൂ പോലെ ഇരിക്കുന്ന ഇല. ഇതിനി എനിക്ക് കുറച്ച് സെറ്റ് ചെയ്യണം. അവൻ്റെ പൂവുണ്ടെന്ന് അവൻ്റെ പൂത്തിക്കുന്നു. ഇതിലൊക്കെ പൂക്കൾ കുഞ്ഞുണ്ടായിരുന്നു, അതെല്ലാം കരിഞ്ഞു പോയി. ഇവനും പൂവുണ്ടായിരുന്നു, പോയി കിട്ടി. അടുത്തതായിട്ട് കഴിഞ്ഞു നമ്മുടെ വേറൊരു പ്ലാന്റ്. നിറച്ച് പൂക്കളുണ്ട്. അടുത്ത് നമ്മുടെ വേറൊരു പ്ലാന്റ്. ഇതിൻ്റെ പേര് വന്നിട്ട് പീച്ച് ബ്ലോ. ഇത് വെറും 300 രൂപയാണ് ഈ കാണപ്പെടുന്ന വലിയ പ്ലാന്റ്, 300 രൂപയ്ക്ക്. ഓക്കെ. അടുത്ത് ഈ പ്ലാന്റ് കണ്ട. ഓക്കെ. അപ്പോൾ ഇത് പർപ്പിൾ ജോയ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് കരുതുന്നു ഫ്രണ്ട്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നായിരുന്നു. ഇവിടെ ബാഗിലൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് നിൽപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വീഡിയോ എങ്ങനെയാണെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കരുതി. ഇവിടെ നിറച്ച് പൂക്കൾ നിന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നിറച്ച് പൂക്കൾ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ നിങ്ങളത് കണ്ടപ്പോൾ നിങ്ങൾക്കും സന്തോഷമായെന്ന് പ്രതീക്ഷിക്കുന്നു. വാങ്ങിച്ചാൽ കൂടുതൽ എനിക്ക് സന്തോഷമാവും. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒന്ന് ജസ്റ്റ് പറയാം. 98 0 68 74. ഈ നമ്പർ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില വീട്ടമ്മമാർക്ക് മെസ്സേജ് അയച്ചും പിന്നെ വിളിക്കുമ്പോഴും പറയും, മക്കളെ നിന്നെ നമ്പർ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയുന്നത്. അല്ലാതെ ചിലപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഓക്കെ. എന്നിരുന്നാലും എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്.